ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അല്പസമയത്തിൻ്റെ ധ്യാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 2:47 മുതൽ 52 വരെ. നമുക്കേവർക്കും പരിചിതമായ വേദഭാഗമാണല്ലോ. യേശുവിനെ 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണല്ലോ. ഈ ഒരു വേദഭാഗത്ത് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പാരിസൺ ആണ്. ഇന്നത്തെ കാലത്തിൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല. അവർ അവരുടെ ജോലി തിരക്കായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിലും ദൈവജ്ഞാനത്തിലും വളർത്തിയെടുക്കുക എന്നതാണ് ഏറ്റവും ഉദാഹരണമായി യേശുവിൻ്റെ ബാല്യകാലത്തിൽ മാതാപിതാക്കൾ ചെയ്ത സന്ദർഭമാണ് നമുക്ക് ഏറ്റവും മാതൃകയായി കാണിക്കാൻ പറ്റുന്നത്. ഈ പ്രതികൂലം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചിട്ടയായ രീതിയിൽ ദൈവജ്ഞാനത്തിൽ വളർത്തിയെടുക്കുക എന്നാണ്. എന്ന ചിന്തയാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദേവാലയത്തിലേക്ക് വിടുവാൻ തയ്യാറാകുന്നില്ല. കൂടുതൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസം മാത്രം പോരാ, ദൈവജ്ഞാനം ആത്മീയ അറിവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വലിയ തെറ്റുകളിലേക്കാണ് കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയും തെറ്റും അറിയണമെങ്കിൽ നമ്മളെ ദൈവജ്ഞാനം ഏറ്റവും കൂടുതൽ സഹായിക്കും. യേശുക്രിസ്തു ഒരു കുഞ്ഞായിരുന്നു, ഒരു 12 വയസ്സുള്ള ബാലനായിരുന്നു. ആ കറക്റ്റ് സമയത്ത് ദൈവജ്ഞാനം പകർന്നു കൊടുക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആ വേദഭാഗം വായിക്കുമ്പോൾ അവൻ ദൈവിക അറിവിലും മറ്റു പുരോഹിതന്മാരായി സമ്പാദിക്കുന്ന ഒരു ഭാഗം കാണാൻ പറ്റും. തീർച്ചയായും ദൈവജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള അറിവുകളും ലഭിക്കാൻ എളുപ്പമായിരിക്കും. ദൈവവചനം നമ്മളെ ശക്തമായി ഓർപ്പിക്കുന്നുണ്ട്. Train up a child in the way he should go, and when he is old, he will not depart from it. തെറ്റിപ്പോകാനുള്ള ഒരുപാട് അവസരമുള്ള ഈ ലോകത്തിൽ തെറ്റാതെ നേർവഴിയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഇടയാകണമെങ്കിൽ തീർച്ചയായും യേശുക്രിസ്തു അവരെ മാതാപിതാക്കൾ നേർവഴി നടത്തിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വരേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരുടെയും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നോമ്പ് നമുക്ക് നോക്കാം.